നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിക്ക്, ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർക്ക്. അതാണ് ആരാധന. വെറുതെ കുരവള്ളി പൊട്ടിക്കുന്നതല്ല, ഓർമ്മയാണ് ആരാധന. 2-ാമത്തെ 78-ാം വാക്യ സങ്കീർത്തനത്തിൽ 11-ാം വാക്യത്തിൽ പറയാം, പക്ഷേ മനുഷ്യൻ എന്നെ എടുത്തു, അവരിതെല്ലാം കണ്ടെങ്കിലും അത് മറന്ന് കളഞ്ഞു. ഞാനീ പറഞ്ഞ ശരിയാണെന്ന് നോക്കിക്കേ. സങ്കീർത്തനം 103:9 തോന്നുന്നത്. സങ്കീർത്തനം 103, സങ്കീർത്തനം 103 അല്ലല്ല അതല്ല അതല്ല അല്ല 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 സങ്കീർത്തനം 106 സങ്കീർത്തനം 106:9 എന്ന് നോക്കിക്കോട്ടെ. ഓർമ്മ ഒന്ന് മറിഞ്ഞു പോയി. മറക്കരുത്. ആ വചനം ഓക്കെയാണ്, പക്ഷെ മനോഹരമായൊരു വചനമുണ്ട്. ഒരു സെക്കൻഡ്, ഒരു നിമിഷം എനിക്കിതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 106:13 ഒന്ന് വായിച്ച് നോക്കിക്കേ. അവരവിടത്തേക്ക് സ്തുതി പാടി, നല്ല മനോഹരമായി സ്തുതിപ്പും വർഷിപ്പും നടത്തി. പക്ഷേ എങ്കിലും കണ്ടോ, ഒരിക്കലും ചേരാത്ത 2 കാര്യങ്ങളാ. മറന്നു കളയുന്നവന് പിന്നെ ആരാധനയില്ല. അപ്പോൾ പിന്നെ സ്തുതി പാടി എന്ന് പറയുന്നതോ ചുമ്മാ അതരം തുറന്നതേ ഉള്ളൂ. അവരവിടത്തേക്ക് മനോഹരമായി വർഷിപ്പ് നേർന്നു. പക്ഷേ എങ്കിലും ദൈവം ചെയ്ത പ്രവൃത്തികൾ മറന്നു കളഞ്ഞ് പിന്നെ എന്നാ ആരാധനയുള്ളത്? പിന്നെ എന്നാ ആരാധനയുള്ളത്? വിശുദ്ധരെ, നമ്മുടെ ജീവിതത്തിൽ ആരാധന ഈ ഗതി പിടിക്കാത്തതിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയില്ല. ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നില്ല. എന്നോട് ഒരിക്കലും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഷാജി അച്ഛാ, ഞങ്ങൾ മരണത്തിൻ്റെ വക്കില അച്ഛാ പ്രാർത്ഥിക്കണോ അച്ഛാ, ഞങ്ങൾ ആത്മഹത്യയുടെ വക്കില. ഞാൻ ചോദിച്ചു, എൻ്റെ ബെഞ്ചമിൻ ചേട്ടാ, നിങ്ങൾ പണ്ട് വേളാങ്കണ്ണിക്ക് പോയപ്പം നിങ്ങളുടെ വണ്ടി കോയമ്പത്തൂർ വെച്ച് അവല് പരുവത്തിൽ പോയത് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? 16 വർഷം മുമ്പ്. എന്നിട്ട് അയ്യോ അച്ഛാ, അയ്യോ ഒന്നും പറയണ്ടച്ചോ, തുമ്പി പറന്നു പോകുന്ന പോലെ അയ്യോ പോയി. എന്നാന്ന് അറിയത്തില്ല. ഞങ്ങൾ 2 മക്കൾ 2, ഭാര്യയും ഞാനും എൻ്റെ അച്ഛോ ആരാണ്ട് എടുത്തു മാറ്റിയതുപോലെ രക്ഷപ്പെട്ടു. എൻ്റെ ബെഞ്ചമിൻ ചേട്ടാ, 16 വർഷം മുമ്പ് ദൈവം അവല് പരുവത്തിലായ വണ്ടിയിൽ നിന്നും നിങ്ങളെ പൊക്കി മാറ്റിയത് മറന്നു പോകുന്നതാണ് നിങ്ങളുടെ ദുര്യോഗം. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അതേ ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറച്ചില ആരാധന. അല്ലാതെ ഈ മാജിക്കുകാരനെ പോലെ ഇപ്പോഴത്തെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കാൻ കരയുന്ന ഒരു കൺസ്യൂമറിസം അല്ല ആരാധന. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ സ്നേഹത്തോടെ ചിന്തിച്ച് നോക്ക്. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സെൽഫിഷ്നെസ് അല്ലേ? നമ്മൾ സ്തുതി പാടുമ്പം ഇന്നലകളെ പറഞ്ഞ് ആരാധിക്കുന്നവരല്ല ഒരിക്കലും. ഇന്നത്തെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സ്തുതിപ്പ് എങ്ങനെയാണ്? ഞാൻ ഈ കാലഘട്ടം മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ്. ഒരു സാധാരണ അമ്മ, കളിയാക്കുകയല്ല കേട്ടോ, ഒരു സാധാരണ അച്ചാച്ചൻ സ്തുതിക്കുന്നത് എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ഒരു സാധാരണ അമ്മ സ്തുതിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ 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 കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തമ്പുരാനെ, അയർലൻഡിൽ പോയതിൻ്റെ ലീനാമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവൾക്ക് തമ്പുരാനെ ഡേറ്റ് കിട്ടിയിട്ടില്ല കർത്താവെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം തിരിച്ചു വരേണ്ടി വരും കർത്താവെ, ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കല്ലേ കർത്താവെ, ഹല്ലേലൂയ. അയർലൻഡിലെ ലീനാമോൾ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രശ്നത്തിന് വേണ്ടി കർത്താവിന് മുമ്പ് കാണിക്കുന്ന കളിയായി ആരാധന. ഇന്നലകളിൽ ദൈവം ചെയ്തത് ആരും ഓർക്കുന്നില്ല. സഭാപ്രസംഗൻ 1:11 കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല. പിന്നെന്നാ ആരാധനയാ? 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അവനവൻ്റെ കാര്യത്തിന് വേണ്ടി അവനവൻ അപ്പിളപ്പം സ്തുതിക്കുന്നു. അല്ലാതെ നമുക്കെന്ത് ആരാധന? സത്യസന്ധമായിട്ട് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ മകൻ വന്ന് വട്ടം ചുറ്റിയിട്ട് പപ്പാ സ്മാർട്ടാ, പപ്പാ മിടുക്കനാ, പപ്പാ നല്ലവനാ. എന്നാടാ? അല്ല പപ്പ, ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറയും പപ്പ എന്ത് മിടുക്ക്, പപ്പ എന്ത് ലവിങ്ങാ, പപ്പ നല്ല അമേബിളാ, പപ്പായെപ്പോലൊരു പപ്പായെ കിട്ടിയതിന് ദൈവത്തിന് സ്തുതി. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തുകൊണ്ട് പോയി. സന്തോഷം, എടുത്തുകൊണ്ട് പോക്കോട്ടെ. പിന്നെ 2 ആഴ്ചത്തേക്ക് ചെറുക്കൻ കണ്ടാലും മിണ്ടത്തില്ല, അനങ്ങത്തുമില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെയും വന്നിട്ട് പപ്പാച്ചി നല്ല മിടുക്കന കേട്ടോ, പപ്പ എൻ്റെ കൂട്ടുകാരൻ നന്ദുവിനോടും ഗോപനോടും ജെറിനോടും ഒക്കെ ഞാൻ പപ്പ എന്ത് മിടുക്കനാ പപ്പ, അയ്യോ അവരുടെ പപ്പായെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിട്ട് കരച്ചിൽ വന്ന്, പപ്പ എന്ത് ഫ്രണ്ട്ലിയാ പപ്പ എന്ന് പറഞ്ഞ് 100 രൂപ എടുത്തുകൊണ്ട് പോയി. ഒരു ഉമ്മയും തന്ന്.
എടുത്തോണ്ട് പൊക്കോട്ടൊന്ന് ഓർത്ത് അതിനെന്നാ. പിന്നെ 2 ആഴ്ചത്തേക്ക് ചെറുക്കൻ കണ്ടാൽ മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ല. 2.5 ആഴ്ച കഴിഞ്ഞാൽ പതി പമ്മി വരുക. പപ്പ നല്ലവനാ, പപ്പ മിടുക്കനാ പപ്പ എന്നാ പറയും, എൻ്റെ പൊലി ചേർക്കാൻ നീ വേണം 100 150 എടുത്തുകൊണ്ട് പോക്കോ, ഈ ഭംഗി വർത്താനം നിർത്ത്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് തുല്യമല്ലേ നമ്മുടെ ആരാധനയെന്ന് ഓർത്തേച്ചാൽ മതി. ഇതിന് തുല്യമല്ലേ നമ്മുടെ ആരാധന. നമ്മൾ വെറുതെ ഇന്നലകളെ ഓർത്ത് ഇന്നലകളിൽ താങ്ങിയ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്കതാ ആരാധന. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സംഭവം പറയാം, അത് ഇന്ന് ഓർത്തുകൊണ്ട് പറയാം. പണ്ട് പറഞ്ഞതാ, നിങ്ങൾ പിന്നെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞുനാളിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ 12 മക്കളായിരുന്നു. അപ്പം ഏറ്റവും ഇളയ എന്നെ കൊണ്ട് കിടത്തിയാലേ പ്രാർത്ഥനയുള്ളൂ. എന്നാൽ ബാക്കി അല്ലെങ്കിൽ ഞാൻ കിടന്ന് കീറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നെ കൊണ്ട് കിടത്തി കഴിഞ്ഞാലേ പ്രാർത്ഥനയുള്ളൂ. അപ്പം അമ്മച്ചി എങ്ങനെയെങ്കിലും മുലപ്പാലൊക്കെ തന്ന് എന്നെ കൊണ്ട്, ഞാൻ ഏജ് വ്യത്യാസമുണ്ട്, എൻ്റെ പെങ്ങന്മാരുമായിട്ടൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പം പെങ്ങന്മാർക്കൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഞാൻ പൊടിക്കുഞ്ഞായിരിക്കുമ്പം എന്നെ കിടത്തി ഉറക്കിയാലേ പ്രാർത്ഥന നടക്കത്തുള്ളൂ. അപ്പോൾ ഈ പെസഹാക്കാല ത്രിസന്ധ്യാജപത്തിൻ്റെ സമയമാണ്. അപ്പോൾ അമ്മച്ചി എന്നെ കൊണ്ട് കിടത്തി ഇറക്കിയിട്ട് പിള്ളേരെ എല്ലാം വിളിച്ചു. എടി കുഞ്ഞമ്മേ, കുട്ടപ്പ, വക്കച്ച, ചാച്ചപ്പ. ഒന്നാമത് എല്ലാവരെയും വിളിച്ച് വരുമ്പോൾ തന്നെ 8 മണിയാണ്. അത് വേറെ കാര്യം. 12 പിള്ളേരില്ലേ. അപ്പോൾ എല്ലാവരും ബഹളം വയ്ക്കാൻ വന്നിരിക്കണേ പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് സ്വർലോരാജ്ഞയെ ആനന്ദിച്ചാലും സ്വർലോരാജ്ഞയെ ആനന്ദിച്ചാലും അയ്യേ ഇതെന്നാ പറച്ചില്ല. സ്വർലോരാജ്ഞയെ ആനന്ദിച്ചാലും ഇങ്ങനൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിൽ. അത് ഞങ്ങളുടെ വീട് പഠിക്കണം കേട്ടോ, അത് സമ്മതിക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കും. സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് സ്വർലോരാജ്ഞയെ ആനന്ദിച്ചാലും തോറ്റുപോകും. ഞങ്ങൾ 12 പേരുടെ ശബ്ദം ഇതൊക്കെ മേലെ ചെല്ലും. സ്വർലോരാജ്ഞയെ ആനന്ദിച്ചാലും. എന്തിനാ ഈ സ്വരം വെച്ച് നിങ്ങൾക്ക് പിടികിട്ടിയോ? എന്നെ എങ്ങനെയെങ്കിലും ഉണർത്തണം. അത് ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാറിക്കൂയി പ്രാർത്ഥന അങ്ങ് മാറി കിട്ടുമല്ലോ. ഒരു സ്വർലോരാജ്ഞയെ ആനന്ദിച്ചാലും പിള്ളേരോടെ കൂടി ഹല്ലേലൂയ ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഉണർന്നു വന്നു. ഒരു അമ്മച്ചി പറഞ്ഞു, എൻ്റെ ചെറുക്കാൻ നിന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ചെറുക്കാൻ നിന്നെ, നീ എന്തിനു മാത്രം എണീറ്റ്, നീ പൂത്ത ഉറക്കത്തിൽ നിന്നെ എഴുന്നേറ്റ് വന്ന് എന്തിനാണ് ചെറുക്കാന്നും പറഞ്ഞ് എന്നെ എടുത്തു മാറ്റുകയും എന്നെ കിടത്തിയ പാട്ടിലേക്ക് ഞാൻ കിടന്നിടത്തേക്ക്. നെല്ലുപുഴുക്കുകാരായിരുന്നു ഞങ്ങൾ. എൻ്റെ പിന്നിൽ ഞാൻ 7 സ്വർണ്ണ ദീപപീഠങ്ങൾ കണ്ടു. അപ്പം എന്നോട് സംസാരിച്ചവൻ്റെ വചനം കേൾക്കാൻ ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പം, എന്നോട് ഒരു വചനത്തിൻ്റെ പിൻബലത്തോടെ ജീവിതത്തിൽ പിന്തിരിഞ്ഞ് നോക്കുമ്പം ദുഃഖിക്കാനുള്ള കാരണങ്ങളല്ല, ദുരന്തങ്ങളല്ല, പിന്നെയോ സ്വർണ്ണ ദീപപീഠങ്ങളെ നമ്മൾ കാണും. നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പം സുവർണ മുകുളങ്ങളെ കാണുന്നില്ലെങ്കിൽ, സന്തോഷിക്കാൻ നമുക്കൊന്നുമില്ലാതിരിക്കുന്നെങ്കിൽ, നമ്മളോട് വചനം പറഞ്ഞവൻ്റെ സ്വരം കേൾക്കാൻ വചനത്തിൻ്റെ ബലത്തിൽ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ്. എന്ത് മനോഹരമായൊരു ദൈവവചനമാണ്. എവിടെയോ കിടന്നൊരു വചനമാണ്. കർത്താവ് 7 ദിവസം മുമ്പ് എനിക്ക് തന്നതാണ്. വെളിപാട് 1:12 എന്നോട് സംസാരിച്ചവൻ്റെ സ്വരം ശ്രവിക്കുവാനായി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ഈ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടതെങ്ങനെയാണ്? എൻ്റെ പിന്നാമ്പുറങ്ങളിൽ 7 സ്വർണ്ണപീഠങ്ങൾ ഞാൻ കണ്ടത് എന്നോട് സംസാരിച്ചവൻ്റെ സ്വരം, വചനം കേൾക്കാനായി തിരിഞ്ഞു നോക്കിയപ്പോഴാണ്. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മറവിയുടെ ഒരു കാരണം വചനത്തിൻ്റെ മരുന്ന് നാം ഉപയോഗിക്കുന്നില്ല. നേരാം വിധം നേരത്തോട് നേരം വചനത്തിൻ്റെ മരുന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ ഓർമ്മകൾ ജ്വലിക്കും, ദൈവിക ഓർമ്മകൾ ജ്വലിക്കും. ദൈവിക ഓർമ്മകളില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെ ആരാധിക്കാൻ പറ്റും? ദൈവിക ഓർമ്മകളില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെ ആരാധിക്കാൻ പറ്റും? ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ കരയാനുള്ള കാരണങ്ങൾ ഉള്ളൊരു മനുഷ്യനാണ്. എൻ്റെ ബാല്യം പണ്ടൊക്കെ ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല. ഒരുപാട് കുഞ്ഞുനാളിൽ എന്തോരം കരഞ്ഞിരിക്കുന്നു, സ്നേഹം കിട്ടാതെ, ലാളന കിട്ടാതെ എന്തോരം പടഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞാൻ നിരന്തരം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്കൊന്നും കിട്ടിയിട്ടില്ലേ, എനിക്കെല്ലാം ശരിയാ, പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ എന്നോട് സംസാരിച്ചവൻ്റെ വചനം കേൾക്കാൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പം ദൈവം താങ്ങിയ, തഴുകിത്തലോടിയ, വളർത്തിയ സുവർണ ദീപപീഠങ്ങൾ കാണാൻ പറ്റുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ 40 വയസ്സ് വരെ ഞാൻ
എപ്പോഴും പറയുമായിരുന്നു, എന്നെ ആരും സ്നേഹിച്ചില്ലേ, എന്നെ ആരും മാനിച്ചില്ലേ. പറഞ്ഞതൊക്കെ ശരിയാ, എക്സിസ്റ്റൻഷ്യലായിട്ട് ശരിയാ. എന്നെ ആരും വളർത്തിയില്ലേ, എനിക്കെല്ലാം തടസ്സങ്ങളായിരുന്നേ, എനിക്ക് കുഞ്ഞുനാളിൽ കരയാനേ കാരണങ്ങളുണ്ടായിരുന്നുള്ളേ. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, എന്നോട് സംസാരിച്ചവൻ്റെ വചനം കേൾക്കാൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ 7 സുവർണ്ണ ദീപപീഠങ്ങൾ കാണാൻ തുടങ്ങി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഞാനങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ബലഹീനനായി ഞാനങ്ങേ ആരാധിക്കുന്നു, ഞാനങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് എന്നെ പോറ്റുന്നതിന് നന്ദി പറയുന്നു തമ്പുരാനെ. ഇതുവരെ നുകരാത്ത മുന്തിരി കൊണ്ട് എന്നെ വിരുന്നൂട്ടുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓർമ്മകളിൽ നൊമ്പരമാണോ, പിന്നാമ്പുറങ്ങളിൽ സങ്കടമാണോ? ഓർമ്മകളിൽ നൊമ്പരമാണോ? ഓർത്തോർത്ത് കരയുന്നവരാണോ നമ്മൾ? ഓർമ്മകളിൽ നൊമ്പരമാണോ, പിന്നാമ്പുറങ്ങളിൽ സങ്കടമാണോ? വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണും നീ. വചനം തേടി നീ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണും നീ. ഓർമ്മകളിൽ സങ്കടമാണോ, പിന്നാമ്പുറങ്ങളിൽ നൊമ്പരമാണോ? 2 കരവും നെഞ്ചി വയ്ക്കാം. ഓർമ്മകളെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ 24-ാം വയസ്സിൽ 7-ാം വയസ്സൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും കരയുകയാണോ? നമുക്കൊന്നും കിട്ടിയില്ലേ, നമ്മളെ ആരും വളർത്തിയില്ലേ, എനിക്ക് കരയാൻ മാത്രം കാരണങ്ങളേ ഉള്ളേ. ഒരിക്കലും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റിയിട്ടില്ല. ഓർമ്മകളിൽ സങ്കടമാണോ, പിന്നാമ്പുറങ്ങളിൽ 6-8 അതൊന്ന് മോനെ ഒരുമിച്ച് പാടാം. ഓർമ്മകളിൽ നൊമ്പരമാണോ, പിന്നാമ്പുറങ്ങളിൽ സങ്കടമാണോ? വചനം കേൾക്കുവാൻ 6-8 ഇറുതാം, 6-8 ഇറുതാം. വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ? അറുതം കൂടി ഉണ്ടാവോ? വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ? കരങ്ങൾ അടിച്ചു പാടാം, കരങ്ങൾ അടിച്ചു പാടാം, കരങ്ങൾ അടിച്ചു. ഓർമ്മകളിൽ നൊമ്പരമാണോ, പിന്നാമ്പുറങ്ങളിൽ സങ്കടമാണോ? ഓർമ്മകളിൽ നൊമ്പരമാണോ, പിന്നാമ്പുറങ്ങളിൽ സങ്കടമാണോ? വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ? വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ? വചനം നോക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ? എല്ലാവരും പാടാമോ? വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ? എല്ലാവരും പാടിയാട്ടെ. വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ? ഓർമ്മകളിൽ സങ്കടമാണോ? പഠിക്കേ. ഓർമ്മകളിൽ സങ്കടമാണോ, പിന്നാമ്പുറങ്ങളിൽ നൊമ്പരമാണോ? പിന്നാമ്പുറങ്ങളിൽ പഠിക്കേ പഠിക്കേ. ഓർമ്മകളിൽ നിന്നും സങ്കടമാണോ? സങ്കടമാണോ? പിന്നാമ്പുറങ്ങളിൽ നൊമ്പരമാണോ? വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സുവർണ്ണ പീഠങ്ങൾ കാണുന്നില്ലേ?
വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ. പാടിക്കേ പാടിക്കേ പാടിക്കേ. വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ. വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ. എല്ലാവരും പാടിക്കും. വചനം കേൾക്കുവാൻ തിരിഞ്ഞു നോക്കവേ സ്വർണ്ണപീഠങ്ങൾ കാണുന്നില്ലേ. കരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ പാടി സ്തുതിച്ചു. നമ്മളോട് സംസാരിച്ചവൻ്റെ വചനം കേൾക്കാൻ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിൽ സ്വർണ്ണ പീഠങ്ങൾ കാണും. ഇല്ലെങ്കിൽ നമ്മൾ നിത്യകാലം നരകിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ മനുഷ്യരെ പഠിച്ചു നോക്കിക്കേ. നിരന്തരം പരാതി പറയുന്ന മനുഷ്യൻ ഒരിക്കലും വചനം കേൾക്കുന്നു എന്ന് പറയരുത്. ചുമ്മാ പറയുന്ന വചനം കേൾക്കാൻ തിരിഞ്ഞു നോക്കുന്നവൻ തൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്കിടയിലും സ്വർണ്ണ ദീപപീഠങ്ങൾ കാണും. അതൊരു വലിയ വെളിപാട് നൽകുന്നൊരു അത്ഭുതമാണ്. അല്ലാത്തവൻ കുഴിയും കുണ്ടും വേദനയും ഭാരവും നിരാശയും. ഞാൻ അനേകം വചന ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട്. അവരോട് മിണ്ടുമ്പം അവർക്ക് കരയാനുള്ള കാരണങ്ങളാണ്. ഞാൻ വലിപ്പം പറയല്ല, അവരെക്കാളൊക്കെ എന്തോരം കരയാനുള്ള കാരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷെ വചനം കേൾക്കാൻ തുടങ്ങുമ്പം നമ്മൾ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പം നമുക്കവിടെ സ്വർണ്ണപീഠങ്ങൾ കാണാൻ പറ്റും. കർത്താവ് നമ്മുടെ ഓർമ്മകളെ അങ്ങനെ ജ്വലിപ്പിക്കും. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അടുത്തിടയ്ക്ക് ഒരു സജി എന്നൊരു മകൻ എന്നോട് പറഞ്ഞു, ഞാൻ അവന് ചെയ്തു കൊടുത്ത കുറേ നന്മകൾ ഞാൻ അന്തം വിട്ടിരിക്കുക. സജിക്ക് ജീവിതത്തിൽ പിന്തിരിഞ്ഞ് നോക്കുമ്പം അവൻ പറയുന്നൊരു 3-4 നന്മകൾ. ഷാജിയച്ച അന്ന് എറണാകുളത്തിന് കൊണ്ടുപോയിട്ട് എന്നെ ഒരിടത്ത് കൊണ്ടുപോയി പരിചയപ്പെട്ടത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല. എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അഭിനന്ദിച്ചത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല. അപ്പം അവൻ്റെ ഓർമ്മകൾ ജ്വലിച്ചപ്പം, അവൻ്റെ ഓർമ്മകൾ പോസിറ്റീവായി ജ്വലിച്ചപ്പം ഞാൻ അവന് വേണ്ടി ചെയ്തതൊക്കെ അവന് നന്മയായത് ഓർത്തുകൊണ്ടിരിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ്റെ ഓർമ്മകൾ ശരിക്കും പോസിറ്റീവായി ജ്വലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ വഴക്ക് പറഞ്ഞത് ഓർത്തുകൊണ്ടിരിക്കും. അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ ഓർത്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും സമ്മാനം കൊടുത്ത് അന്ന് എന്നെ വിട്ടുപോയത് ഓർത്തുകൊണ്ടിരിക്കും. എല്ലാം ഒരു ജീവിതത്തിൻ്റെ 2 വശങ്ങളാണ്. ഓർമ്മകൾ വചനം വഴി ജ്വലിക്കുമ്പം കരയാനുള്ള കാരണങ്ങൾക്കപ്പുറം സ്വർണ്ണ ദീപപീഠങ്ങൾ ജ്വലിച്ചു നിൽക്കും. ഇതാ സഭയിലെ ആരാധന. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 77 വചനമുണ്ട്. നിങ്ങൾ ദൈവം പണ്ട് ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. അത് ഓർത്താൽ തന്നെ സമാധാനം കിട്ടും. ദൈവം പണ്ട് ചെയ്ത നമ്മളുണ്ടല്ലോ ഇന്നത്തെ ടെൻഷൻ്റെ ഇടയ്ക്ക് ദൈവം പണ്ട് ചെയ്തത് ഓർക്കത്തില്ല. അവിടെ ലിറ്റർജി ശരിക്കും ആരാധന നമ്മുടെ ചങ്കിലില്ല. ഇത് നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ ഒരു സ്വകാര്യ വർഷിപ്പ് മാത്രമാണ്. നമ്മൾ ശരിക്കും ആരാധകരാണെങ്കിൽ നമുക്ക് ഓർമ്മ വേണം. ഓർമ്മയില്ലെങ്കിൽ ആരാധന ചത്തുപോകും. പിന്നെ കുറച്ച് ബഹളം ഉണ്ടാകും. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ശരിക്കും ആരാധകന് നിർബന്ധമായും ഓർമ്മ വേണം. എന്തോർമ്മ വേണം? ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ള ഓർമ്മ അവനെ എപ്പോഴും മുന്നോട്ട് നയിക്കും. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ.
സ്വരമുയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയുമോ ഹല്ലേലൂയ. ഞാൻ സങ്കീർത്തനം 77 ഒന്ന് ഒറ്റ നിമിഷം നോക്കിക്കോട്ടെ. കർത്താവ് ഓർമ്മിപ്പിച്ചു തന്ന 77:11. താങ്ക് യു. നല്ല ഉറപ്പോടുകൂടി തപ്പിയെടുത്തല്ലോ. 77:11. അതെ, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർക്കും, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഞാൻ അനുസ്മരിക്കും. എന്തിനാ? ഈ റിലീഷിംഗ് മെമ്മറിയാണ് ആരാധന. ഒരുമിച്ച് ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടും യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഞാൻ കുരിശെടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ തന്നെ പിച്ചി ചീന്തിയത്, ഇഫ് യു റിയലി റിമെമ്പർ, നിങ്ങൾക്കൊരിക്കലും മടുത്താരാധിക്കാൻ പറ്റില്ല. ഓർമ്മയാണ് ആരാധനയുടെ കാതൽ. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർക്കും, അവിടുന്ന് പണ്ട് ചെയ്ത പ്രവൃത്തികൾ. നമ്മൾ 7ാം ക്ലാസ്സിൽ കർത്താവ് സഹായിച്ചത് മറന്നുപോയി. നമ്മുടെ കല്യാണത്തിൻ്റെ 7 ദിവസം മുമ്പ് വീട്ടിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ആരാ ഈ കുരുക്കഴിച്ചത്? വേടൻ്റെ കെണിയിൽ നിന്നും പക്ഷി പോലെ ഞാൻ രക്ഷപ്പെട്ടു, കെണി തകർന്ന് ഞാൻ രക്ഷപ്പെട്ടു. സങ്കീർത്തനം 124:7 നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. പക്ഷെ അത് ഓർക്കത്തില്ല. പകരം ഇന്നത്തെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് കരയാൻ തുടങ്ങുക. ഇന്നങ്ങനെ കരയാൻ കാരണമില്ലാത്ത ആരാന്നേ? പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ജോർജ് കുട്ടി, 6 വർഷം മുമ്പ് ജപ്തിയിൽ നിന്ന് ആരാന്നേ? സ്വർഗത്തിൽ നിന്ന് ദൈവദൂതൻ വന്നതുപോലെ അവസാന നിമിഷം നിനക്കൊരു സഹായം വന്നത്. അത് മനുഷ്യനല്ല, അത് ദൈവം നേരിട്ട് വന്നതാണ്. 2 മക്കബയർ 8:18 ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യമായിരുന്നു അത്. ഒരുമിച്ച് പറയുമോ ഹല്ലേലൂയ. അത് ഓർക്കത്തില്ല. എപ്പോഴും ഓർത്തിരിക്കുന്നത്, അയ്യോ എന്നെന്ന് പോലീസ് പിടിച്ചേ, എന്നെ കള്ളക്കേസിൽ പെടുത്തി, എൻ്റെ പൊന്നു കുഞ്ഞെ, അല്ലാത്ത എന്തെല്ലാം നന്മകൾ നീ കണ്ടു. ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം. 2 മക്കബയർ 8:18 ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം അവരെ ആഹ്ലാദിപ്പിച്ചു. കരങ്ങൾ കൊണ്ടല്ല അവർ ജയിച്ചത്. ദ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ഗോഡ് കെയിം ഓവർ ദം. നേരിട്ടുള്ള സാന്നിധ്യം. ഒരാൾ പടപെടുന്നത് പോലെ ദൈവം തൊട്ട ചില അനുഭവങ്ങളുണ്ട്. അത് പക്ഷേ സാലിമേ ഓർക്കത്തില്ല. സൂസമ്മയ്ക്ക് അത് ഒരോർമ്മയുമില്ല. ഇടയ്ക്ക് വല്ലതും പറഞ്ഞെങ്കിലായി. പറഞ്ഞേക്ക് ശരിയാ അത് ശരിയാ. പിന്നെ ചാക്കോച്ച അന്നത്തെ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ശരിയാ. അത് മാത്രമല്ലല്ലോ, മഞ്ഞപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് 17 വർഷം, അത് ശരിയാ. ഇതെന്നാന്ന് ഞാൻ പറഞ്ഞിട്ട് വേണമായിരുന്നു ഓർക്കാൻ. കർത്താവ് നിങ്ങൾ അത് ഓർക്കുമ്പോഴാണ് ആരാധന. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. രസകരമായൊരു കാര്യം, 77-ാം അധ്യായം 11-ാം വാക്യത്തിലെ അതേ വചനത്തിന് പകരം 78-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. സങ്കീർത്തനം 78:11. ഒറ്റ സങ്കീർത്തനം മറിക്കുമ്പം, ഒറ്റ സങ്കീർത്തനം മറിച്ചിട്ട് 11-ാം വാക്യം നോക്കിക്കേ. ഒറ്റ സങ്കീർത്തനം മറിച്ചിട്ട് കണ്ടോ? 77-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ സഭ പഠിപ്പിച്ചു, നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിക്ക്, ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർക്ക്. അതാണ് ആരാധന. വെറുതെ കുരവള്ളി പൊട്ടിക്കുന്നതല്ല, ഓർമ്മയാണ് ആരാധന. 2-ാമത്തെ 78-ാം വാക്യ സങ്കീർത്തനത്തിൽ 11-ാം വാക്യത്തിൽ പറയാം, പക്ഷേ മനുഷ്യൻ എന്നെ എടുത്തു. അവരിതെല്ലാം കണ്ടെങ്കിലും അത് മറന്ന് കളഞ്ഞു. ഞാനീ പറഞ്ഞ ശരിയാണെന്ന് നോക്കിക്കേ. സങ്കീർത്തനം 103:9 തോന്നുന്നത്. സങ്കീർത്തനം 103, സങ്കീർത്തനം 103 അല്ലല്ല അതല്ല. സങ്കീർത്തനം 106. സങ്കീർത്തനം 106:9 എന്ന് നോക്കിക്കോട്ടെ. ഓർമ്മ ഒന്ന് മറിഞ്ഞു പോയി. മറക്കരുത്. ആ വചനം ഓക്കെയാണ്, പക്ഷെ മനോഹരമായൊരു വചനമുണ്ട്. ഒരു സെക്കൻഡ്, ഒരു നിമിഷം എനിക്കിതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. സങ്കീർത്തനം 106:13 ഒന്ന് വായിച്ചു നോക്കിക്കേ. അവരവിടത്തേക്ക് സ്തുതി പാടി, നല്ല മനോഹരമായി സ്തുതിപ്പും വർഷിപ്പും നടത്തി. പക്ഷേ എങ്കിലും കണ്ടോ, ഒരിക്കലും ചേരാത്ത 2 കാര്യങ്ങളാണ്. മറന്നു കളയുന്നവന് പിന്നെ ആരാധനയില്ല. അപ്പോൾ പിന്നെ സ്തുതി പാടി എന്ന് പറയുന്നതോ ചുമ്മാ അതരം തുറന്നേ ഉള്ളൂ. അവരവിടത്തേക്ക് മനോഹരമായി വർഷിപ്പ് നേർന്നു.
പക്ഷേ എങ്കിലും ദൈവം ചെയ്ത പ്രവൃത്തികൾ മറന്നു കളഞ്ഞു. പിന്നെ ആരാധനയുള്ളത്? വിശുദ്ധരെ, നമ്മുടെ ജീവിതത്തിൽ ആരാധന ഈ ഗതി പിടിക്കാത്തതിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയില്ല. ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നില്ല. എന്നോട് ഒരിക്കലും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഷാജി അച്ഛാ, ഞങ്ങൾ മരണത്തിൻ്റെ വക്കില അച്ഛാ പ്രാർത്ഥിക്കണം അച്ഛാ, ഞങ്ങൾ ആത്മഹത്യയുടെ വക്കില. ഞാൻ ചോദിച്ചു, എൻ്റെ ബെഞ്ചമിൻ ചേട്ടാ, നിങ്ങൾ പണ്ട് വേളാങ്കണ്ണിക്ക് പോയപ്പം നിങ്ങളുടെ വണ്ടി കോയമ്പത്തൂർ വെച്ച് അവല് പരുവത്തിൽ പോയത് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ, 16 വർഷം മുമ്പ്. എന്നിട്ട് അയ്യോ അച്ഛാ, അയ്യോ ഒന്നും പറയണ്ടച്ചോ, തുമ്പി പറന്നു പോകുന്ന പോലെ അയ്യോ പോയി. എന്നാന്ന് അറിയത്തില്ല. ഞങ്ങൾ മക്കൾ രണ്ടും, ഭാര്യയും ഞാനും, എൻ്റെ അച്ഛോ ആരാണ്ട് എടുത്തു മാറ്റിയതുപോലെ രക്ഷപ്പെട്ടു. എൻ്റെ ബെഞ്ചമിൻ ചേട്ടാ, 16 വർഷം മുമ്പ് ദൈവം അവല് പരുവത്തിലായ വണ്ടിയിൽ നിന്നും നിങ്ങളെ പൊക്കി മാറ്റിയത് മറന്നു പോകുന്നതാണ് നിങ്ങളുടെ ദുര്യോഗം. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അതേ ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറച്ചിൽ ആരാധന. അല്ലാതെ ഈ മാജിക്കുകാരനെ പോലെ ഇപ്പോഴത്തെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കാൻ കരയുന്ന ഒരു കൺസ്യൂമറിസം അല്ല ആരാധന. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ സ്നേഹത്തോടെ ചിന്തിച്ച് നോക്ക്. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സെൽഫിഷ്നെസ് അല്ലേ? നമ്മൾ സ്തുതി പാടുമ്പം ഇന്നലകളെ പറഞ്ഞ് ആരാധിക്കുന്നവരല്ല ഒരിക്കലും. ഇന്നത്തെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സ്തുതിപ്പ് എങ്ങനെയാ? ഞാൻ ഈ കാലഘട്ടം മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ്. ഒരു സാധാരണ അമ്മ, കളിയാക്കുകയല്ല കേട്ടോ, ഒരു സാധാരണ അച്ചാച്ചൻ സ്തുതിക്കുന്നത് എങ്ങനെയാ സ്തുതിക്കുന്നത്? സാധാരണ അമ്മ സ്തുതിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ 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 കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തമ്പുരാനെ, അയർലൻഡിൽ പോയതിൻ്റെ ലീനാമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവൾക്ക് തമ്പുരാനെ ഡേറ്റ് കിട്ടിയിട്ടില്ല കർത്താവെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം തിരിച്ചു വരേണ്ടി വരും കർത്താവെ, ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കല്ലേ കർത്താവെ, ഹല്ലേലൂയ. അയർലൻഡിലെ ലീനാമോൾ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രശ്നത്തിന് വേണ്ടി കർത്താവിന് മുമ്പ് കാണിക്കുന്ന കളിയായി ആരാധന. ഇന്നലകളിൽ ദൈവം ചെയ്തത് ആരും ഓർക്കുന്നില്ല. സഭാപ്രസംഗൻ 1:11 കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല. പിന്നെ ആരാധനയാ? 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അവനവൻ്റെ കാര്യത്തിന് വേണ്ടി അവനവൻ അപ്പളപ്പം സ്തുതിക്കുന്നു. അല്ലാതെ നമുക്കെന്ത് ആരാധന? സത്യസന്ധമായിട്ട് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ മകൻ വന്ന് വട്ടം ചുറ്റിയിട്ട് പപ്പാ സ്മാർട്ടാ, പപ്പാ മിടുക്കനാ, പപ്പാ നല്ലവനാ. എന്നാടാ? അല്ല പപ്പ, ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറയും പപ്പ എന്ത് മിടുക്ക്, പപ്പ എന്ത് ലവിങ്ങാ, പപ്പ നല്ല അമേബിളാ, പപ്പായെപ്പോലൊരു പപ്പായെ കിട്ടിയതിന് ദൈവത്തിന് സ്തുതി. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തുകൊണ്ട് പോയി. സന്തോഷം, എടുത്തുകൊണ്ട് പോക്കോട്ടെ. പിന്നെ 2 ആഴ്ചത്തേക്ക് ചെറുക്കൻ കണ്ടാലും മിണ്ടത്തില്ല, അനങ്ങത്തുമില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെയും വന്നിട്ട് പപ്പാച്ചി നല്ല മിടുക്കന കേട്ടോ, പപ്പ എൻ്റെ കൂട്ടുകാരൻ നന്ദുവിനോടും ഗോപനോടും ജെറിനോടും ഒക്കെ ഞാൻ പപ്പ എന്ത് മിടുക്കനാ പപ്പ, അയ്യോ അവരുടെ പപ്പായെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിട്ട് കരച്ചിൽ വന്ന്, പപ്പ എന്ത് ഫ്രണ്ട്ലിയാ പപ്പ എന്നും പറഞ്ഞ് 100 രൂപ എടുത്തുകൊണ്ട് പോയി. ഒരു ഉമ്മയും തന്ന് എടുത്തുകൊണ്ട് പൊക്കോട്ടൊന്ന് ഓർത്ത്. അതിനെന്നാ? പിന്നെ 2 ആഴ്ചത്തേക്ക് ചെറുക്കൻ കണ്ടാൽ മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ല. 2.5 ആഴ്ച കഴിഞ്ഞാൽ പതി പമ്മി വരുക. പപ്പ നല്ലവനാ, പപ്പ മിടുക്കനാ പപ്പ എന്നാ പറയും? എൻ്റെ പൊലി ചെറുക്കാൻ നീ വേണം 100 150 എടുത്തുകൊണ്ട് പോക്കോ. ഈ ഭംഗി വർത്താനം നിർത്ത്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് തുല്യമല്ലേ നമ്മുടെ ആരാധനയെന്ന് ഓർത്തേച്ചാൽ മതി. ഇതിന് തുല്യമല്ലേ നമ്മുടെ ആരാധന? നമ്മൾ വെറുതെ ഇന്നലകളെ ഓർത്ത് ഇന്നലകളിൽ താങ്ങിയ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്കതാ ആരാധന. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സംഭവം പറയാം, ഇത് ഇന്ന് ഓർത്തുകൊണ്ട് പറയാം. പണ്ട് പറഞ്ഞതാ, നിങ്ങൾ പിന്നെ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞുനാളിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ 12 മക്കളായിരുന്നു. അപ്പം ഏറ്റവും ഇളയ എന്നെ കൊണ്ട് കിടത്തിയാലേ പ്രാർത്ഥനയുള്ളൂ, എന്നാൽ ബാക്കി അല്ലെങ്കിൽ ഞാൻ കിടന്ന് കീറിക്കൊണ്ടിരിക്കും. അപ്പം എന്നെ കൊണ്ട് കിടത്തി കഴിഞ്ഞാലേ പ്രാർത്ഥനയുള്ളൂ. അപ്പം അമ്മച്ചി എങ്ങനെയെങ്കിലും മുലപ്പാലൊക്കെ തന്ന് എന്നെ കൊണ്ട് ഞാൻ ഏജ് വ്യത്യാസമുണ്ട്. എൻ്റെ പെങ്ങന്മാരുമായിട്ടൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പം പെങ്ങന്മാർക്കൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഞാൻ പൊടിക്കുഞ്ഞായിരിക്കുമ്പം എന്നെ കിടത്തി ഉറക്കിയാലേ പ്രാർത്ഥന നടക്കത്തുള്ളൂ. അപ്പോൾ ഈ പെസഹാക്കാല ത്രിസന്ധ്യാ ജപത്തിൻ്റെ സമയമാണ്. അപ്പോൾ അമ്മച്ചി എന്നെ കൊണ്ട് ഇറത്തി ഇറക്കിയിട്ട് പിള്ളേരെ എല്ലാം വിളിച്ചു. കുഞ്ഞമ്മേ, കുട്ടപ്പ, വക്കച്ച, ചാച്ചപ്പ. ഒന്നാമത് എല്ലാവരെയും വിളിച്ച് വരുമ്പോൾ തന്നെ 8 മണിയാണ്. അത് വേറെ കാര്യം. 12 പിള്ളേരില്ലേ. അപ്പോൾ എല്ലാവരും ബഹളം വയ്ക്കാം, വന്നിരിക്കണേ പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് സ്വലോരാജ്ഞയെ ആനന്ദിച്ചാലും സ്വലോരാജ്ഞയെ ആനന്ദിച്ചാലും അയ്യേ ഇതെന്നാ പറച്ചില്ല. സ്വലോരാജ്ഞയെ ആനന്ദിച്ചാലും ഇങ്ങനൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിൽ. അത് ഞങ്ങളുടെ വീട് പഠിക്കണം കേട്ടോ, അത് സമ്മതിക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കും. സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് സ്വലോരാജ്ഞയെ ആനന്ദിച്ചാലും
തോറ്റുപോകും. ഞങ്ങൾ 12 പേരുടെ ശബ്ദം ഇതൊക്കെ മേലെ ചെല്ലും. സ്വർഗ്ഗരാജ്ഞി ആനന്ദിച്ചാലും എന്തിനാ ഈ സ്വരം വെച്ച് നിങ്ങൾക്ക് പിടികിട്ടിയോ? എന്നെ എങ്ങനെങ്കിലും ഉണർത്തണം. അത് ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാറിക്കൂയി പ്രാർത്ഥന അങ്ങ് മാറി കിട്ടുമല്ലോ. ഒരു സ്വർഗ്ഗരാജ്ഞി ആനന്ദിച്ചാലും പിള്ളേരോടെ കൂടി ഹല്ലേലൂയ ഭയങ്കര ബഹളമാണ്. അപ്പം ഞാനെങ്കിൽ ഉണർന്നു വന്നു. പിന്നെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ ചെറുക്കാൻ നിന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ചെറുക്കാൻ നിന്നെ, നീ എന്തിനു മാത്രം എണീറ്റ്, നീ പൂത്ത ഉറക്കത്തിൽ നിന്നെ എഴുന്നേറ്റ് വന്ന് എന്തിനാണ് ചെറുക്കാന്നും പറഞ്ഞ് എന്നെ എടുത്തു മാറ്റുകയും എന്നെ കിടത്തിയ പാട്ടിലേക്ക് ഞാൻ കിടന്നിടത്തേക്ക്. നെല്ല് പുഴുക്കുകാരായിരുന്നു ഞങ്ങൾ, നെല്ല് പുഴുക്കുകാർ. അട്ടിയായിട്ട് വെച്ചിരുന്ന നെല്ലിൻ ചാക്കെല്ലാം ഇടിഞ്ഞു കുത്തി ഞാൻ കിടന്നിടത്തേക്ക്. ആരാ എൻ്റെ നാവിൽ ഒരു ഞരക്കം വെച്ച് തന്നത്? ആരാ എന്നെ എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ഇന്ന് വചനം പറയാൻ ഞാനുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിലേക്ക് നെല്ലിൻ ചാക്ക് പോലെ ഇന്ന് പ്രശ്നങ്ങൾ വീഴുമ്പം എന്നെ 1.5 വയസ്സിൽ എന്നെ ഏറ്റെടുത്തവനെ കുറിച്ചുള്ള ഓർമ്മയാണ് ആരാധന. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കഴിഞ്ഞതൊന്നും ആരും മറക്കരുതെന്ന് പച്ച മലയാളത്തിൽ പറയുന്ന അതുകൊണ്ടാണ്. മറവിയുള്ളവന് എന്നാകുന്തോ ആരാധനയാ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുർബാനയിൽ പോലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങളെ ഓർത്തിട്ടാണ് തലകുമ്പിടാൻ പോകുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, എന്നെങ്കിലും കളിയാക്കുകയല്ല, നമ്മൾ സ്വന്തമാണ്. ദീപം ഉയരുന്നു, പള്ളിമണി മണിയടിക്കുന്നു, വിരിമാറുന്നു, ദീപം തെളിയുന്നു, ധൂപം ഉയരുന്നു. ഈ മനോഹരമായ സിറ്റുവേഷൻ എല്ലാം ഉള്ള സമയത്ത് ആരെങ്കിലും ഇന്നലകളിൽ ദൈവം ചെയ്ത പ്രവൃത്തി ഓർത്തിട്ട് കണ്ണ് നിറയാറുണ്ടോ? നമുക്ക് കുർബാനയിൽ കണ്ണ് നിറയുന്ന എപ്പോഴാണ്? കാഴ്ചവെപ്പൊക്കെ ആകുമ്പോൾ കർത്താവ് അച്ഛനെ കാസയൊക്കെ ഉയർത്തുമ്പോൾ കർത്താവേ ജപ്തിയാ കർത്താവേ 11 ദിവസം കൂടെ ഉള്ളു. നമ്മുടെ ദുഃഖം ഓർത്തിട്ട് നമ്മൾ കരയുകയാണ്. കർത്താവെ കല്യാണം കഴിഞ്ഞ് 17-ാം പൊക്കെ എൻ്റെ പെണ്ണി ഇങ്ങനെ വന്ന് നിൽക്കുക. നാട്ടുകാരോടും വീട്ടുകാരോടും ഞാൻ എന്നാ പറയും? കർത്താവെ കരയും. സ്വന്തം ദുഃഖമോർത്ത് ഏത് പൊട്ടനും കരയത്തില്ലേ? പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതും ഒരിക്കലും തീരാൻ പറ്റാത്ത നന്ദിയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതോർത്ത് കണ്ണ് നിറയാത്തതാണ് നമ്മുടെ പാപം. അതുകൊണ്ട് കർത്താവ് ചോദിച്ചത്, രക്ഷ സ്വീകരിച്ചവർ 10 പേരല്ലായിരുന്നോ? ഇവിടെ പോയി അവൻ മറ്റവൻ്റെയൊക്കെ ഓർമ്മ എവിടെ പോയി? വന്നോ വന്നില്ലയോ എന്നുള്ള അവരോർത്തില്ലല്ലോ. വരാൻ വന്ന് നന്ദി പറയാൻ ഓർത്തില്ലല്ലോ. 2 കരങ്ങൾ. അതുകൊണ്ട് ആരാധനയില്ലെന്ന് പറയുന്നത് ചുമ്മാതെ ബഹളങ്ങളെ നമുക്കുള്ളൂ. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധകൻ എന്തെടുക്കണം? ആരാധകൻ രക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞും കൊടുക്കണം. ഇത് ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് വെറുതെ ബൈബിളിലെ വചനം പറയുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് നിയമാവർത്തനം 32:7-9 പറയുന്നത്, നിങ്ങളുടെ ഇടയിലെ പ്രായം ചെന്നവരോട് ചോദിക്കുക എന്ന് വെച്ചാൽ തലമൂത്തവരോട് ചോദിക്കുക എന്ന് മാത്രമല്ല, ദൈവിക അനുഭവങ്ങളിൽ പ്രായമുള്ളവർ അവർ പറഞ്ഞു കൊടുക്കട്ടെ, അവർ വിവരിച്ചു കൊടുക്കട്ടെ. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അങ്ങനെയാണ് സുവിശേഷം വർദ്ധിക്കേണ്ടത്. ചമ്പക്കുളത്തുനിന്ന് പണ്ട് ഞങ്ങൾ കരുവാറ്റ പാണ്ടിക്ക് പോകുമായിരുന്നു. അമ്മ വീട് അവിടെ കരുവാറ്റ പാണ്ടിയാണ്. അപ്പം ഞങ്ങൾ 4:30 മണിക്കൊരു വളവരയും വെള്ളം, പണ്ടത്തെ നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ പോലും നമുക്ക് പോലും ഓർമ്മയില്ല, വളവരയും വെള്ളത്തെ തുഴഞ്ഞു പോകും. അച്ചാച്ചനും മൂത്ത മക്കളും വളവരയും വെള്ളത്തിൻ്റെ കൂടാരത്തിനകത്ത് ഞാനിരിക്കും. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. 4:30-5 മണിക്ക് വിട്ടാൽ 8 മണിയൊക്കെ ആകുമ്പോൾ പാണ്ടി ചെല്ലും. വല്ലപ്പോഴും പോകുന്ന കാര്യമാണ്. അപ്പോൾ ഈ വളവരയും വെള്ളം ഇങ്ങനെ പാഞ്ഞു പോകുമ്പം ഈ വെള്ളം ചീറ്റി അങ്ങോട്ട് പോകുമ്പം നല്ല കുറുവാപ്പറലൊക്കെ ചാടി ഈ വള്ളത്തിനകത്തോട്ട് വീഴും. പിള്ളേരല്ല ഇത് പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഈ കുറുവാപ്പറലിൻ്റെ പുറത്ത് വീഴും. പിള്ളേരെ വെള്ളം മറിക്കല്ലേ കേട്ടോ. അമ്മച്ചി പെട്ടെന്ന്, പിന്നെ ഈ കുറുവാപ്പറൽ വറുത്തിട്ടല്ലേ നീയൊക്കെ കഴിക്കാൻ പോണേ, അടങ്ങിയിരിക്കണം പിള്ളേരെ. നിങ്ങൾക്കറിയാമോ, ഇതുപോലൊരു ദിവസം രാത്രിയിൽ അച്ചാച്ചൻ വള്ളത്തെ മീൻ പിടിക്കാൻ പോയതാണ്. വള്ളം മറിഞ്ഞിട്ട് അതാ മൂന്നാറ്റുമുഖത്തോടെ അടിത്തട്ടിലോട്ട് അച്ചാച്ചൻ പോയി. നിങ്ങൾക്കറിയാമോ, ഔസേപ്പിതാവ് വന്ന് അച്ചാച്ചനെ, ഈ അച്ചാച്ചൻ പറയുന്ന ഔസേപ്പിതാവിനെ പോലെ ഒരാൾ വന്ന് പൊക്കിയെടുത്ത് വെച്ചെന്നാ. നോക്കിക്കേ, കുറുവാപ്പരലിൻ്റെ സാഹചര്യം വന്നപ്പം അമ്മ അതിനകത്തൂടെ ഇന്നലകളിൽ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുക. 2 കര ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ അത് ചെയ്യത്തില്ല. നമ്മൾ അത് സാലിച്ചേച്ചിയല്ലേ, അത് സാലിച്ചേച്ചി
സാലി ചേച്ചിയുടെ മോള് അയർലൻഡിൽ പോയോ? മിണ്ടുന്നില്ല. പോയോ? അയ്യോ ഭയങ്കര കടമാന്ന് പോയോ? എങ്ങനെ പോയത് സാലി ചേച്ചി? അപ്പോൾ സാലി ഇവിടുത്തെ ചുമ്മാ പറഞ്ഞാന്നേ. സാലി ചേച്ചി ഉടനെ പറയാം, അച്ഛാ ഒരു വിധത്തിൽ പോയച്ചാ, എന്നാലും 10-16 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തച്ചാ. എന്നാലും എനിക്ക് അത്ഭുതം തോന്നുന്നല്ലോ, ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തച്ചാ. എൻ്റെ സാലി ചേച്ചി, നിങ്ങൾക്ക് വാ തുറന്ന് കർത്താവ് ഇതെനിക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞുകൂടെ? പറയത്തില്ല. ഞാൻ വേറൊരിടത്തിൽ ഒപ്പിച്ചു, അങ്ങനെ ഒപ്പിച്ചു, ഇങ്ങനെ ഒപ്പിച്ചു. കത്തോലിക്കൻ്റെ ഒരു ശാപമായത്. ഒരു വിധത്തിലും കർത്താവിൻ്റെ നാമം പറയത്തില്ല. ദൈവം കനിഞ്ഞ് ഇതെനിക്ക് ചെയ്തു എന്ന് പറയത്തില്ല. അതുകൊണ്ടാണ് എലിസബത്ത് ഗർഭസ്ഥയായ ഉടനെ പറഞ്ഞാൽ, ജനതകളുടെ ഇടയിൽ എൻ്റെ ശാപം മാറ്റാൻ, നിന്ദനം മാറ്റാൻ കർത്താവ് കനിഞ്ഞ് ഇതെനിക്ക് ചെയ്തു തന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സഭാപ്രസംഗം 1:11. പക്ഷേ ആരും ഒന്നും ഓർക്കുന്നില്ല. അതുകൊണ്ട് നമുക്കെപ്പോഴും വിഷാദവാ. നമ്മൾ വചനം കേൾക്കാതെ തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് കാണുന്നത് ഒരുപാട് ദുഃഖമാണ്. ഞാനങ്ങനെ വചനം കേൾക്കാതെ തിരിഞ്ഞു നോക്കിയപ്പം ഇമ്പിടി കാര്യങ്ങൾ കരയാനുണ്ടായിരുന്നു. അതെല്ലാം പാട്ടാക്കി. അന്നും അതെല്ലാം കേട്ട ആൾക്കാർ. ഞാൻ ആരോട് ഇതെല്ലാം പറയും? ആൾക്കാർ കേട്ടിപ്പോഴും കരയുക. എഴുതിയ ആളുടെ കരച്ചിൽ തീർന്നു. കാരണം വചനം കേട്ടിട്ട് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പം എനിക്ക് പറയാൻ പറ്റി, നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ. വചനം കേൾക്കാതെ തിരിഞ്ഞു നോക്കിയപ്പം ഞാൻ ആരോടിതെല്ലാം പറയും? എനിക്കെല്ലാം പോയേ, എനിക്കെല്ലാം ദുഃഖമായിരുന്നേ. വചനം കേൾക്കാൻ വേണ്ടി എന്നോട് സംസാരിച്ചവൻ്റെ വചനം കേൾക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ പിന്നാമ്പുറങ്ങളിൽ 7 സുവർണപീഠങ്ങൾ ഞാൻ കണ്ടു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ സ്തുതിച്ചേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ആരാധിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മഹാമഹത്വം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളെ ബോധപൂർവം മറന്നു ഞാൻ കളഞ്ഞല്ലോ. ഇന്നലകളെ ബോധപൂർവം ഞാൻ വിസ്മരിച്ചു കളഞ്ഞല്ലോ. എൻ്റെ ദൈവമേ, നിന്റെ മുമ്പിലെ എൻ്റെ പാപം അതുമാത്രമാ. എൻ്റെ ദൈവമേ, നിന്റെ മുമ്പിലെ എൻ്റെ പാപം അതുമാത്രമാ. റോസി ചേച്ചി, നിങ്ങളുടെ പാപം ഇത് മാത്രമാണ്. ഇന്നലകളിൽ ദൈവം, നിങ്ങളുടെ മകൻ ടോണിമോന് വേണ്ടി ദൈവം അന്ന് ചെയ്തത് നിങ്ങൾ മറന്നുപോയി. എന്നിട്ട് ഇന്ന് വന്ന് കരയുക, ടോണിക്ക് വേണ്ടി എൻ്റെ ടോണിയെ രക്ഷിക്കണേ. നിങ്ങളെ ഇന്നലെ താങ്ങിയവൻ തന്നെയാണ് യേശുക്രിസ്തു. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് പറഞ്ഞതാ, ഒന്നുകൂടി ഇന്ന് കർത്താവ് ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയാം. എൻ്റെ രണ്ടാം 1.5 വയസ്സിലെങ്ങാണ്ട് നടന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ്. പണ്ട് പറഞ്ഞുകൊണ്ടും ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ആവർത്തിക്കുന്നില്ലെങ്കിലും പടക്കെന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിൽ കേന്ദ്ര മന്ത്രിസഭ പോലെയായിരുന്നു കാര്യങ്ങൾ. അമ്മച്ചി എല്ലാവരെയും പ്രസവിച്ചു. അമ്മച്ചിയാണ് ഭക്ഷണം പ്രധാനമായിട്ട് ഒരുക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിലെ ഭക്ഷ്യ വിതരണ മന്ത്രി അമ്മച്ചിയാണ്. എന്നിട്ട് വേറൊരു ചേച്ചിയുടെ ജോലിയാണ് എല്ലാവരെയും വസ്ത്രം കഴുകുന്നത്. വേറൊരു ചേച്ചിയുടെ ജോലിയാണ്. ഇളയത്തിങ്ങളുടെ എല്ലാം വസ്ത്രം അലക്കുന്ന ചേച്ചി വേറൊരു ചേച്ചിയുടെ ജോലിയാണ്. ആ ചേച്ചിയാണ് കേന്ദ്ര വസ്ത്ര വിതരണ മന്ത്രി. ഇനി ഓരോ വകുപ്പാണ്. ഇപ്പോൾ ഇളയത്തിങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നത് വേറൊരു ചേച്ചിയാണ്, അത് കുളിപ്പീര് മന്ത്രി. വേറൊരു ചേച്ചിയുടെ ഗതിയാണ് എന്നെ താരാട്ട് പാടി ഉറക്കണം, അത് താരാട്ട് മന്ത്രി. ആർക്കും വേണ്ടാത്തൊരു വകുപ്പുണ്ട് വീട്ടിൽ. എന്നാണെന്നറിയാവും? വിളക്ക് മന്ത്രി. വിളക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. ചേച്ചി എന്നെ താരാട്ട് പാടും. രാരീരം പൊന്നെ രാരീരവും മുത്തേ രാരീരവും കുഞ്ഞെ രാരീരോ. നീ ഉറങ്ങിയാലല്ലേ കൊച്ചെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂ. രാരീരവും പൊന്നെ രാരീരോ. ഞാൻ എന്ത് ചെയ്താൽ ഉറങ്ങത്തില്ല? പറയപ്പെട്ടവരെ, മനുഷ്യൻ്റെ സമാധാനം കിട്ടുപോകത്തില്ല. എന്ത് ചെയ്താൽ ഉറങ്ങത്തില്ല? തുമ്പിക്കൈയുള്ള ആനയുടെ കഥ പറയും. ഞാൻ ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കും. അമ്പിളി അമ്പാവാ താമര കുമ്പിളിൽ എന്തോന്നാ. ഞാനും ചോദിക്കും എന്തോന്നാ. എന്ത് ചെയ്താൽ ഉറങ്ങത്തില്ല? ചേച്ചിക്കൊക്കെ
പട്ട് പിടിക്കത്തില്ലേ? അയ്യോ, സാധാരണ കൈയെല്ലാം കുഴഞ്ഞ് ആട്ടിയിട്ടും ഉറക്കാതെ പിന്നെ അസത്തെ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ ഒറ്റ ആട്ട അപ്പം പേടിച്ചുറങ്ങിപ്പോക്കോളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ വിളക്കം പിടിച്ചോടിക്കുന്ന ചേച്ചി, നമുക്ക് മലയാളികൾക്കൊരു ഗുണമുണ്ടല്ലോ, ഒറ്റ ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടിയാൽ നിന്നങ്ങ് ഉറങ്ങും. നിന്നങ്ങ് ആടി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് മേളിലുള്ള അയേലോട്ട് തീ അങ്ങ് കയറി പിടിച്ച് പടക്കെന്ന് ടെറിക്കോട്ടൻ തുണിയെല്ലാം കത്തി താഴോട്ടങ്ങ് വീണ് ബോധമില്ല. അല്പം കഴിഞ്ഞാൽ ബോധം വന്നത്. അയ മുഴുവൻ കത്തി ടെറിക്കോട്ടൻ പടക്കെന്ന് കത്തി താഴോട്ട് വീണ് തൊട്ടിലിൻ്റെ പുറത്തോട്ട്. തൊട്ടിലിൻ്റെ പ്ലാസ്റ്റിക് ഉരുകിയില്ല, എൻ്റെ ദേഹത്ത് വീണില്ല. ശരിയാണെന്നറിയാം. ഇപ്പോഴും എൻ്റെ കുഞ്ഞുനാളിൽ അത്രയും പേടിച്ചതുകൊണ്ടാകാം എൻ്റെ തലയ്ക്കകത്ത് ആ ചിത്രം കിടപ്പുണ്ട്. നോക്കിക്കേ, എൻ്റെ തൊട്ടിൽ കത്തിയില്ല, ഞാൻ പേടിച്ചില്ല, എനിക്ക് പൊള്ളിയില്ല, തൊട്ടിൽ അറ്റ് ഞാൻ താഴെ വീണില്ല. ഇന്ന് ജീവിതത്തിലേക്ക് തീ പോലെ ഭാരങ്ങൾ വരുമ്പം, പൊള്ളിക്കുന്ന സങ്കടങ്ങൾ വരുമ്പം ഞാൻ ഓർക്കണം, തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പൊട്ടി വീണ കത്തി വീണ അയയിൽ നിന്നും എൻ്റെ തൊട്ടിലിനെ കൈവെള്ളയിൽ താങ്ങിയ ഒരു രക്ഷകനുണ്ട്. ഈ ഓർമ്മയാണ് ആരാധന. അതുകൊണ്ടാണ് അങ്ങനെ ഓർമ്മയോടെ ആരാധിക്കുമ്പം അവൻ്റെ കണ്ണും മുഖവും മുഞ്ഞിയെല്ലാം സന്തോഷം കൊണ്ട് കവിഞ്ഞൊഴുകും. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സഭാപ്രസംഗൻ 1:11. പക്ഷേ ആരും ഒന്നും ഓർക്കുന്നില്ല. ഈ ക്രിസ്മസിന് നമ്മുടെ ഓർമ്മകളുടെ മേലെ കർത്താവിൻ്റെ കരുണ വരട്ടെ. 5, 6, 7 വചനങ്ങൾ നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് കേട്ടു. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് മറക്കുന്നതാണ് പാപം. 7 വർഷം മുമ്പ് നിന്നെ സഹായിച്ചു. പണ്ട് നിനക്കൊരു നല്ല സമ്പാദ്യം ഉണ്ടായിരുന്നു. പണ്ട് നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഇന്നത്തെ പ്രശ്നവും പറഞ്ഞുകൊണ്ടിരിക്കാതെ അന്നത്തെ ഓർമ്മ സൂക്ഷിക്കുന്നതാണ് ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ ക്ലാസിക്കലായിട്ടൊരു ദൈവവചനമുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു അല്പം നാണമുള്ളവന് ദൈവത്തോടൊരു ബന്ധം വരും. ക്ലാസിക്കലാണ്. എന്നാ വചനമെന്നറിയോ? നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ വർദ്ധിക്കുകയും സ്വർണവും വെള്ളിയും പെരുകുകയും നിങ്ങൾക്കെല്ലാത്തിലും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്നും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നവനെ വിസ്മരിച്ച് കളയാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഓലമേഞ്ഞ വീടായിരുന്നു നിങ്ങളിൽ മുതിർന്നവർക്ക്. അന്ന് ആഹാരം ഇത്ര സമൃദ്ധിയല്ല. തേങ്ങാപ്പീരയൊക്കെ ഇട്ട് പുട്ട് ഒത്തിരി കിട്ടിയിട്ടില്ല. ഈ പുട്ടിൻ്റെ ഇടയ്ക്ക് പീര പോലെ വെച്ചാൽ അങ്ങനെ തന്നെയുള്ളൂ. പീര അതിൽ കൂടെ ഇല്ല. തേങ്ങയ്ക്കൊക്കെ താങ്ങത്തില്ലായിരുന്നു. താവൽ കഴിച്ചവരുണ്ട്. പക്ഷേ ഇന്ന് താവൽ കൊടുത്ത കോഴി പോലും നമ്മളെ തിരിഞ്ഞ് കൊത്തിക്കളയും. പക്ഷേ അന്ന് നമ്മൾ താവൽ മാത്രം, അതിനകത്ത് അരിഞ്ഞിടാൻ ഒത്തിരി ശർക്കര പോലും ഇല്ലാതിരുന്ന കാലം. കർത്താവ് പക്ഷേ നല്ല ഭക്ഷണം തന്ന് ഒരുമാതിരി നല്ല വീടുകളായി. അന്ന് നിങ്ങളുടെ മാല 4-ാം ക്ലാസ്സിലെടുത്ത് പണയം വെച്ചതാ. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു സ്വർണ്ണമാലയുണ്ട്. സ്വർണവും വെള്ളിയും വർദ്ധിച്ചു. നിങ്ങൾക്ക് പണ്ടത്തതിലും സമൃദ്ധി വന്നപ്പോൾ അടിമത്തത്തിൻ്റെ കാലത്തു നിന്നും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നവനെ മറക്കുന്നതാണ് പാപം. ഒരുമിച്ച് പറയുമോ ഹല്ലേലൂയ. നിയമാവർത്തനം 8:17. എൻ്റെ വചനം ഞാൻ മറന്നുപോയി. എൻ്റെ ശക്തിയും എൻ്റെ കൈക്കരുത്തുമാണ് ഇതെല്ലാം തന്നത് എന്ന രീതിയിലുള്ള പെരുമാറ്റം, അതാ പാപം. വിശ്വാസിയുടെ ജീവിതം മുഴുവനും ഓർമ്മയാണ്. നമുക്ക് കേരളത്തിൽ ഒരു 20 വർഷം മുമ്പ് അവാർഡ് കിട്ടിയ ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആ പേരെൻ്റെ തലയ്ക്കകത്തുണ്ട്. ഇപ്പോൾ 20 വർഷം മുമ്പ് ആർട്ട് ഫിലിം അവാർഡ് കിട്ടിയ ഒരു സിനിമ കേരളത്തിലുണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. വിശ്വാസിക്ക് ദൈവം ഇന്നലകളിൽ ചെയ്തതിൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം.
പുരോഹിതന് തൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്നലകളിൽ ചെയ്തതിൻ്റെ ഓർമ്മയുണ്ടായിരിക്കണം. മാതാവ് എപ്പോഴും ഇന്നലകളെ ഓർത്ത് ആരാധിച്ചവളാണ് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ടാണ് മറിയം അവളുടെ സ്തോത്രഗീതത്തിൽ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചതിനെക്കുറിച്ചും അഹങ്കരിച്ചവരെ ചിതറിച്ചവരെക്കുറിച്ചും ധനികരെ താഴെ ഇറക്കിയതിനെക്കുറിച്ചും ദരിദ്രരെ ഉയർത്തിയതിനെക്കുറിച്ചും ഓർത്ത് ഓർത്ത് ആരാധിക്കുന്നത്. കരങ്ങളടിച്ചും ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, മറിയം തൻ്റെ സങ്കടങ്ങൾക്ക് നടുവിൽ ദൈവത്തെ സ്തോത്രം പാടി വാഴ്ത്തിയപ്പം 7 കാര്യങ്ങൾ, ഇന്നലകളിലെ കാര്യങ്ങൾ പറഞ്ഞു. തലമുറകളിൽ, ചരിത്രത്തിൽ എൻ്റെ അപ്പ നീ ചെയ്ത കാര്യങ്ങൾ, ദരിദ്രനെ നീ ഉയർത്തി, ശക്തനെ താഴ്ത്തി, കൃത്യം 7 കാര്യങ്ങൾ എണ്ണിപ്പറയുക. ഇന്നലകളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർക്കാത്തവന് ആരാധനയില്ല. ഒരുമിച്ച് ഹല്ലേലൂയ. കർത്താവ് ഈ ശുശ്രൂഷയിൽ ഒരു പുതിയ കാഴ്ചപ്പാടും ഒരു പുതിയ, നമ്മൾ 44 മിനിറ്റ് വചനം കേട്ടിട്ടുള്ളൂ. നമ്മൾ 4:42 തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 50 മിനിറ്റ് അടുത്ത്. ദറ്റ്സ് ഓക്കെ. കർത്താവിൻ്റെ 50 മിനിറ്റ് ഇല്ലല്ലോ, 50 മിനിറ്റ് ഇല്ല, 45 മിനിറ്റ് വചനം കേട്ടത്. പക്ഷെ കേട്ട കാര്യം, ഇന്നലകളിൽ എൻ്റെ ദൈവം ചെയ്തതോർത്ത് ഈ ക്രിസ്മസിനെ ആരാധിക്കേ. കുർബാന അർപ്പിക്കുമ്പോൾ കണ്ണൊക്കെ ഒന്ന് നിറയട്ടെ. സങ്കടം ഓർത്തിട്ടല്ല, ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് ആരാധിക്കുക. സങ്കീർത്തനം 77:11, ഞാൻ അവിടുത്തെ പ്രവൃത്തികൾ ഓർക്കും, അവിടുന്ന് പണ്ട് ചെയ്ത പ്രവൃത്തികൾ ഓർക്കും. സങ്കീർത്തനം 78:11 പറയുന്ന പോലെ ദൈവിക പ്രവൃത്തികളെ പെട്ടെന്ന് മറന്നു കളയരുത്. നമ്മളെ സഹായിച്ച മനുഷ്യരെയും മറക്കരുത്. ഉൽപ്പത്തി 40:23, സഹായിച്ച, പ്രാർത്ഥിച്ച, ദർശനം കണ്ട മനുഷ്യനെ പാനപാത്രവാഹകൻ മറന്നു കളഞ്ഞു. ഒരിക്കൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനെ, കൗൺസിലിംഗ് നൽകിയവനെ, ദർശനം വഴി സഹായിച്ചവനെ ഒക്കെ മറന്നു കളഞ്ഞിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അല്പസമയം ആരാധിക്കുകയാണ്. ഒരു 20 മിനിറ്റ് ആരാധിച്ചിട്ട് ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണോ നമ്മൾ കൈവെപ്പ് പ്രാർത്ഥന? ആശീർവാദത്തിന് മുമ്പല്ലേ? ആശീർവാദത്തിന് മുമ്പ് തന്നെ നമ്മളൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവിൻ്റെ കരുണ വരട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ഒരാൾക്ക് വേണ്ടി ചുമ്മാ പേര് പറയല്ല, അനുഗ്രഹിക്കേ. കർത്താവ് തന്നൊരു അനുഗ്രഹ ദൂതുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ നാമം മഹത്തമമാക്കും, ആൻഡ് ഇവഞ്ച്വലി നീയും ഒരു അനുഗ്രഹമാകും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കുമ്പം നിൻ്റെ നാമം സ്വതവേ മഹത്തമമാക്കും, അങ്ങനെ നീയും ഒരു അനുഗ്രഹമാകും. എന്നിട്ട് വീണ്ടും 3-ാം വാക്യത്തിൽ പറയുക, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അതിനാൽ തന്നെ അവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അർത്ഥത്തിൽ പറഞ്ഞാൽ ശരിക്കും അനുഗ്രഹം പ്രാപിക്കാനുള്ള 2ാമത്തെ കുറുക്ക് വഴി ആരാധന കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അനുഗ്രഹിച്ചാൽ മതി. നല്ലത് വരട്ടെ മനസ്സറിഞ്ഞ് യേശു നാമത്തിൽ അനുഗ്രഹിക്കേ. ഒരുമിച്ച് ഹല്ലേലൂയ. വെറുതെ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറയുന്നതിന് പകരം ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു 100 പേരോട് ഈ ന്യൂ ഇയർ വരെ എന്ന് പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, നല്ലത് വരട്ടെ എന്നൊന്ന് മനസ്സ്. വെറുതെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് 2 ഇംഗ്ലീഷ് വാക്ക് നശിപ്പിച്ച് കളയാതെ അനുഗ്രഹിച്ചു ഒന്ന് ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. മരിയൻ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ഞാൻ എഴുതി കഴിഞ്ഞു. മരിയൻ സിനിമയ്ക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ കർത്താവ് കഴിഞ്ഞ ആഴ്ചയിൽ ദുബായിൽ കൊണ്ടു നിർത്തി. നമ്മുടെ 6000 മലയാളി മക്കളുടെ മുമ്പിൽ മാതാവിനെക്കുറിച്ച് 175 പേരർപ്പിച്ച അതിമനോഹരമായൊരു ബൈബിൾ ശുശ്രൂഷ അറബി മണ്ണിൽ ഫുട്ബോൾ കോർട്ടിൽ പരസ്യമായി നടത്തി. അത് കണ്ട് അനേകർ കരഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. വന്യപിതാവ് പാറേപ്പള്ളിയുടെ ബ്ലെസ്സിങ്ങിന് ആ ശുശ്രൂഷ ഇവിടെ പാറേപ്പള്ളിയിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാണ് 100 കണക്കിന് മനുഷ്യരെ തൊട്ട ശുശ്രൂഷ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിരുന്ന് അറബി നാടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പം ലൈറ്റും സൗണ്ടും ഒന്നും ചെക്ക് ചെയ്യാൻ പോലും അവസരം കിട്ടാതെ ഈ 125 പേര് കുട്ട കളിക്കേണ്ട സമയത്ത് അത്ഭുതകരമായി ഈയിടെ ഇറങ്ങിയ മരിയൻ സിനിമകളെക്കാൾ നന്നായിരുന്നുവെന്ന് ജനം പറയത്തക്ക വിധം അനുഗ്രഹം നമ്മിലേക്ക് വന്നു.
ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങളിവിടെ പരിശീലിച്ച സമയത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് അറബി നാടിനെ അനുഗ്രഹിച്ചു, അവിടുത്തെ ഷെയ്ഖുമാരെ അനുഗ്രഹിച്ചു, സുവിശേഷം പറയുന്നവരെ അനുഗ്രഹിച്ചു, അവിടെ ജോലി കൊടുക്കുന്ന ഓഫീസേഴ്സിനെ അനുഗ്രഹിച്ചു, മലയാളികളെ പോറ്റുന്ന കമ്പനികളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ലൈറ്റ് പോയിട്ട് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല. ഇതെന്നാ വെള്ളരിക്കപ്പെട്ടണമാണോ? 125 പേര് കുട്ട കളിച്ച് നശിച്ചു പോകേണ്ടിടത്ത് മണിമണിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞങ്ങൾ ഒന്നേ ചെയ്തുള്ളൂ, അനുഗ്രഹിച്ച്. ഞങ്ങളുടെ പ്രോഗ്രാം വിജയിക്കണമെന്ന് പറഞ്ഞില്ല. വിശുദ്ധരെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഓർമ്മയാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ എന്നെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലെ ഒഴുകി വരട്ടെ. ആമേൻ. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടിയലഞ്ഞ കാരുണ്യം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പൂകിടാം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടി നടന്ന കാരുണ്യം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പൂകിടാം. കനലാളുന്ന നേരം, കനലാളുന്ന നേരം, കരൾവാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. കനലാളുന്ന നേരം, കരൾവാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടിയലഞ്ഞ കാരുണ്യം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പൂകിടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് ഈ ധ്യാന കേന്ദ്രത്തെ ഒന്ന് അനുഗ്രഹിക്കാം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൊത്തം ശോഭയാക്കി മാറ്റുന്ന ദൈവ കരുണയ്ക്ക് നന്ദി പറയാം. നമ്മുടെ CMC സന്യാസ സമൂഹത്തെ, എൻ്റെ പ്രൊവിൻഷ്യൽ അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മുൻ പ്രൊവിൻഷ്യൽ അമ്മമാരെ, കൗൺസിലേഴ്സിനെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഹൗസിൻ്റെ അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ബേബിച്ചാനെ, ആത്മായ സഹോദരങ്ങളെ മുഴുവൻ, പ്രത്യേകിച്ച് കരുണാർത്ഥന പ്രാർത്ഥന കേരള സഭയിൽ നടക്കുന്ന അതുല്യമായ 40 ദിവസത്തെ ഉപവാസ രാപകൽ ആരാധനയെ കേരള സഭയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കരുണയെ പ്രതി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കരുണയോർത്ത് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി പറഞ്ഞ് ആരാധിച്ച് നന്ദി നോക്കുമ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതിച്ചേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ നിനക്ക്, നന്ദി യേശുവേ, നീ
ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. രണ്ട് കരങ്ങളും കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കാം. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ ദുരന്തങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ എങ്കിലോ നിന്റെ ഓർമ്മകൾ മരിച്ചുപോയി. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ ദുരന്തങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ എങ്കിലോ നിന്റെ ഓർമ്മകൾ മരിച്ചുപോയി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിന്നോട്ട് നോക്കുമ്പം നിനക്കെപ്പോഴും കരയാനുള്ള ദുരന്തങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നിന്റെ ദൈവിക ഓർമ്മകൾ മരിച്ചു എന്നാണ്. ഈ ക്രിസ്മസ് നിനക്ക് നക്ഷത്രം തൂക്കാൻ പറ്റും പൊന്നുകുഞ്ഞെ, നിന്റെ ഓർമ്മകൾ മരിച്ചിടത്തോളം നിനക്കൊരു ആനന്ദം ഉള്ളിൽ കിട്ടത്തില്ല. അന്ന് പൂത്തിരി ഇട്ട് കഴിയുമ്പം, അന്നത്തെ ഇറച്ചി നികന്നു കഴിയുമ്പം നിന്റെ ക്രിസ്മസ് ഡിം. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ സുവർണപീഠങ്ങളെ കാണുന്നു എങ്കിലോ ആരാധനയിൽ ഉറച്ചു. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ സുവർണപീഠങ്ങളെ കാണുന്നുണ്ടെങ്കിലോ നീ ആരാധനയിൽ ഉറച്ചു. ഫോർത്ത് നമുക്ക് മെല്ലെ കരങ്ങളടിച്ച് പാടാം. കർത്താവിൻ്റെ കരുണ കൊണ്ട് നിറയാം. തിരിഞ്ഞു നോക്കുമ്പോൾ ദുരന്തങ്ങൾ മാത്രമേ കാണുന്നുള്ളെങ്കിൽ നിന്റെ ഓർമ്മകൾ മരിച്ചുപോയി. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ സുവർണ പീഠങ്ങൾ, നല്ല നല്ല ദൈവിക സംഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആരാധനയിൽ ഉറച്ചെന്നർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെല്ലെ കരങ്ങളടിച്ചു. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ ദുരന്തങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ എങ്കിലോ നിന്റെ ഓർമ്മകൾ മരിച്ചുപോയി. അല്പം കൂടെ സ്പീഡിൽ പാടാം. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ ദുരന്തങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ എങ്കിലോ നിന്റെ ഓർമ്മകൾ മരിച്ചുപോയി. പാടിക്കേ പാടിക്കേ. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ ദുരന്തങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ എങ്കിലോ നിന്റെ ഓർമ്മകൾ മരിച്ചുപോയി. എല്ലാവരും പാടിക്കേ പാടിക്കേ. തിരിഞ്ഞു നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കിയിടുമ്പോൾ ദുരന്തങ്ങൾ മാത്രമാണ്, ദുരന്തങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ എങ്കിലോ, കാണുന്നുള്ളൂ എങ്കിലോ നിന്റെ ഓർമ്മകൾ മരിച്ചുപോയി. ഓർമ്മകൾ മരിച്ചുപോയി. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ സുവർണ പീഠങ്ങളെ, സുവർണ പീഠങ്ങളെ കാണുന്നുണ്ട് എങ്കിലോ നീ ആരാധനയിൽ ഉറച്ചു. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ, തിരിഞ്ഞു നോക്കിയിടുമ്പോൾ സുവർണ പീഠങ്ങളെ, സുവർണ പീഠങ്ങളെ കാണുന്നുണ്ട് എങ്കിലോ, കാണുന്നുണ്ട് എങ്കിലോ നീ ആരാധനയിൽ ഉറച്ചു. നീ ആരാധനയിൽ. കരമടിച്ച് പാടിക്കേ, കരമടിച്ച്. തിരിഞ്ഞു നോക്കിയിടുമ്പോൾ സുവർണ പീഠങ്ങളെ, സുവർണ പീഠങ്ങളെ കാണുന്നുണ്ട് എങ്കിലോ, കാണുന്നുണ്ട് എങ്കിലോ നീ ആരാധനയിൽ ഉറച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളെ ഓർത്തു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളെ ഓർപ്പം കൂടെ ശക്തമായിട്ട് കൈയടിച്ച് പാടിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളെ ഓർത്തു ഹല്ലേലൂയ. ശക്തമായി ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇന്നലകളെ ഓർത്തു ഹല്ലേലൂയ. പഠിക്കൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലകളെ ഓർത്തു ഹല്ലേലൂയ ഹല്ലേലൂയ. മൃത്യുവെ തടഞ്ഞതിന് മരണത്തെ തടഞ്ഞതിന് ഹല്ലേലൂയ ഹല്ലേലൂയ. മൃത്യുവെ തടഞ്ഞതോർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കടങ്ങൾ വീട്ടിയതോർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കടങ്ങൾ വീട്ടിയതോർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭവനം തന്നതോർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭവനം തന്നതോർത്ത് ഹല്ലേലൂയ. ശക്തമായി ഹല്ലേലൂയ ഹല്ലേലൂയ. ഭവനം തന്നതോർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജോലിക്കയറ്റം തന്നതോർത്തു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജോലിക്കയറ്റം തന്നതോർത്ത് ഇന്നലകളെ ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലകളെ ഓർത്ത് ഹല്ലേലൂയ. ശക്തമായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലകളെ ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലകളെ ഓർത്തു ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, കുർബാനയിൽ ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞു ജീവിതമില്ല, എല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. ഈശോ കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മാനത്തു നിന്നു ഒരു ഉണ്ണിയായി പിറന്ന് വൈക്കോലിൽ വാണവനേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. ശക്തമായിട്ട് കൈയടിച്ചു. ഇന്നലകളിൽ എന്നെ താങ്ങിയ സ്നേഹത്തെ വന്ദിച്ചു പാടിയിടും ഞാൻ മരിച്ചെന്ന് ഓർത്തപ്പോൾ പുതുജീവൻ തന്നൻ മാറോട് ചേർത്തവൻ നീ. ജപ്തിയിൽ നിന്നും രോഗത്തിൽ നിന്നും അത്ഭുതകരമായി കാത്തു. ഞാൻ തീർന്നെന്ന് ഓർത്തപ്പോൾ കരം നീട്ടി എന്നെ പുതുമയിൽ കാത്തവൻ നീ. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. പാടിക്കേ പാടിക്കേ പാടിക്കേ. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. കരയാനുള്ള സംഗതികൾക്കിടയിൽ ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഓർക്കെ പാടി ആരാധിക്കോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ആരാധി. ശക്തമായി തപ്പുകൊട്ടി താളം
ഹൃദയത്തിൽ സംഗീതം വീട്ടി ഇന്നലകളോർക്കുന്നു ഞാൻ. ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. മറക്കില്ല ധീരെ നിന്റെ ദിവ്യ പ്രവൃത്തികളെ. ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓർത്തോർത്ത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഓർത്തോർത്ത് അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു പരസ്പരം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു പരസ്പരം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു പരസ്പരം അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു പരസ്പരം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു പരസ്പരം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നു. നിന്റെ പരിശുദ്ധ നാമത്തെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജഗണമേ ഭയപ്പെടേണ്ടതെല്ലും നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് മനസ്സായല്ലോ. ചെറിയ ജഗണമേ നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ നമ്മുടപ്പൻ മനസ്സായല്ലോ. ചെറിയ അജഗണമേ നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ നമ്മുടപ്പൻ മനസ്സാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ ഭയപ്പെടേണ്ട, എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, നമ്മൾ ഭയപ്പെടേണ്ട, നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. ഇന്നലകളോർത്ത് ഇന്നലകളോർത്ത് ഓർത്തോർത്ത് ആരാധിക്കുന്നു. രണ്ട് കരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. 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 കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താലെ കഴുകണമേ, എന്നെ കഴുകണമേ. കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താലെ കഴുകണമേ, എന്നെ കഴുകണമേ. കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താലെ കഴുകണമേ, എന്നെ കഴുകണമേ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ.
യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. വിടുതൽ വിടുതൽ രക്തത്താൽ അതിശയം അതിശയം രക്തത്താൽ. വിടുതൽ വിടുതൽ രക്തത്താൽ അതിശയം അതിശയം രക്തത്താൽ. സൗഖ്യം സൗഖ്യം രക്തത്താൽ അനുഭവം അനുഭവം രക്തത്താൽ. സൗഖ്യം സൗഖ്യം രക്തത്താൽ അനുഭവം അനുഭവം രക്തത്താൽ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. 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 കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താൽ കഴുകണമേ, എന്നെ കഴുകണമേ. കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താൽ കഴുകണമേ, എന്നെ കഴുകണമേ. വിജയം വിജയം രക്തത്താൽ, വിസ്മയം വിസ്മയം രക്തത്താൽ. വിജയം വിജയം രക്തത്താൽ, വിസ്മയം വിസ്മയം രക്തത്താൽ. മുദ്ര മുദ്ര രക്തത്താൽ, വിസ്മയം വിസ്മയം രക്തത്താൽ. മുദ്ര മുദ്ര രക്തത്താൽ, മോചനം മോചനം രക്തത്താൽ. പരിശുദ്ധ മുദ്രയിടേണമേ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. യേശുവേ നിൻ തിരുരക്തത്താൽ പരിശുദ്ധ മുദ്രയിടേണമേ. കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താലെ കഴുകണമേ, എന്നെ കഴുകണമേ. കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താലെ കഴുകണമേ, എന്നെ കഴുകണമേ, കഴുകണമേ, എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ, എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താലെ കഴുകണമേ, എന്നെ കഴുകണമേ. കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിൻ തിരുരക്തത്താലെ കഴുകണമേ, എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ.
തൻ്റെ വചനത്താൽ നമ്മളെ പുതുക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധ റുഹയുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മുദ്രയും സമാധാനവും വിടുവിക്കുന്ന കരവും സൗഖ്യവും തൻ്റെ പരിശുദ്ധ ജനത്തിൻ്റെ മേൽ നിഴലിക്കുമാറാകട്ടെ. അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം തൻ്റെ സുവർണ നക്ഷത്രത്തെ നിങ്ങളുടെ മേൽ ഉദിപ്പിക്കുകയും തൻ്റെ പ്രകാശത്താൽ നിങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യട്ടെ. സൗഖ്യവും സമാധാനവും നാഴിയിലും ചങ്ങഴിയിലും അളന്നു തന്ന് നിങ്ങളെ മുദ്രപ്പെടുത്തട്ടെ. ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.